56 ദിവസത്തെ ട്രോളിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ബോട്ടുകളെല്ലാം നിരനിരയായിട്ട് കടലിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നീണ്ടകര ഹാർബറിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എവിടെയല്ലേ പോകുന്നത്? നീണ്ടകര പോകണം. അപ്പോൾ ഞങ്ങളിന്ന് നീണ്ടകര ഹാർബറിൽ 56 ദിവസത്തെ ട്രോളിങ് കഴിഞ്ഞിട്ട് അവിടുത്തെ ബോട്ടുകളെല്ലാം മീൻ പിടിക്കാനായിട്ട് ഇന്ന് പോവുകയാണ്. അതിൻ്റെ കാഴ്ചകൾ കാണാനായിട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഞങ്ങൾ രാത്രിയിൽ ഒരു 10-10:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. കൊല്ലത്തു നിന്നാണ് പോകുന്നത്. 3 ബൈക്കിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കൊല്ലത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ NH സൈഡിൽ തന്നെയാണ് ഈ നീണ്ടകര ഹാർബർ വരുന്നത്. നമ്മളിതാ നീണ്ടകര പാലത്തിലെത്തിയിട്ടുണ്ട്. പാലത്തിലിതാ ജനസാഗരം. നമ്മളെക്കാൾ മുന്നേ ഈ കാഴ്ച കാണാനായിട്ട് ഒരുപാട് പേര് വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് പേര് എത്തുന്നുണ്ട് ഈ ബോട്ട് പോകുന്നത് കാണാനായിട്ട്. നീണ്ടകര പാലമാണിത്. നമ്മുടെ NH ഒരു ഭാഗമാണ്. ഞങ്ങൾ ആ ഹാർബറിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ബോട്ടുകളൊക്കെ അടുപ്പിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ ബോട്ടുകളെല്ലാം കടലിലേക്ക് ഒന്നിച്ച് ഇറങ്ങും. ഒരു നല്ലൊരു കാഴ്ചയാണ്. ഇത് നമ്മുടെ ഹാർബറിൽ വെച്ചിരുന്ന നമ്മുടെ വെയിൽ ഷാർക്കിൻ്റെ, അതായത് തിമിംഗല സ്രാവിൻ്റെ ഒരു രൂപമാണ്. ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ബോട്ടിങ്ങിൻ്റെ സീസൺ ആരംഭിച്ചത് കൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ബോട്ടുകളിൽ വലയിൽ ഈ സ്രാവ് കുടുങ്ങുകയാണെങ്കിൽ അതിനെ തിരിച്ച് കടലിലേക്ക് റിലീസ് ചെയ്യുകയും അതിൻ്റെ ഒരു വീഡിയോ ചിത്രീകരിച്ച് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ പോർട്ടിലോ അറിയിച്ചാൽ നമ്മൾ ഇതിന് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് 25,000 രൂപ വരെ നഷ്ടപരിഹാരം കൊടുക്കും എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു സന്ദേശമാണ് ഇവിടെ വച്ചിരിക്കുന്നത്. വലയിൽ കുടുങ്ങിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോട്ടിൻ്റെയൊക്കെ വല കീറിപ്പോവും. അപ്പോൾ അതിൻ്റെ ഒരു നഷ്ടപരിഹാരമായിട്ടാണ് ഈ ഒരു മെസ്സേജ് നമ്മളെ ഹാർബറിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതാ എത്രയോ ബോട്ടുകളാണെന്ന് നോക്കിയേ നമ്മുടെ ഹാർബറിൽ പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കുന്നത്. 56 ദിവസത്തോളം കംപ്ലീറ്റ് റെസ്റ്റിൽ കിടക്കുന്ന ബോട്ടുകളാണ്. ഇത് നമ്മുടെ ഫിഷറീസ് വകുപ്പ്, മറൈൻ എൻഫോഴ്സ്മെൻറ്റ്, അതുപോലെ പോലീസ് പെട്രോളിംഗ്, നമ്മുടെ സർക്കാരിൻ്റെ ഒരു ബോട്ടാണ്. ഇന്നിപ്പോൾ ട്രോളിംഗ് കഴിയുന്നത് കൊണ്ട് അവർ പെട്രോളിങ്ങിനായിട്ട് ഇറങ്ങുകയാണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ബോട്ടുകൾ നിരനിരയായിട്ട് കടലിലേക്ക് ഇറങ്ങുന്നൊരു സിഗ്നലാണ്. അവരിത് ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തോരം ജനങ്ങളായത് കാണാനായിട്ട് തടിച്ചുകൂടിയിരിക്കുന്നു നോക്കി ഇവിടെ ഈ രാത്രി സമയത്തും. ഇപ്പോൾ ഏതാണ്ട് 11 മണിയോളം സമയമായിട്ടുണ്ട്. ഇതാ നമ്മുടെ നീണ്ടകര പാലത്തിൻ്റെ താഴെ കൂടെ ബോട്ടുകൾ കടലിലേക്ക് നിരനിരയായിട്ട് പോകുന്ന അടിപൊളി ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇവർ വീണ്ടും കടലിലേക്ക് പോകുന്നത്. ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ ജീവനക്കാരും വളരെ ഹാപ്പിയായിട്ട് കടലിലേക്ക് വീണ്ടും അവരുടെ ജോലിക്കായിട്ട് പോവുകയാണ്. ഈ വലിയ വലിയ ബോട്ടുകൾ സാധാരണ ചെറിയ വള്ളങ്ങൾ പോലെയല്ല. ഇവർ കടലിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും തിരിച്ചു വരുന്നത് എന്നാണ് പറയാറ്. അപ്പോൾ അവർക്ക് വേണ്ട ആഹാരവും വെള്ളവും എല്ലാം കൊണ്ടായിരിക്കും അവർ കടലിലേക്ക് പോകുന്നത്. അപ്പോൾ അത്രയും ദിവസത്തെ ഫിഷിങ് കഴിഞ്ഞിട്ട് അത്രയും മീനുമായിട്ടായിരിക്കും അവർ ഒന്നിച്ച് കരയിലേക്ക് തിരിച്ചു വരുന്നത്. പിന്നെ നീണ്ടകര ഹാർബറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു ഹാർബറാണ്. ഏറ്റവും വലിയ ഹാർബറിൽ ഒരെണ്ണമാണ് കൊല്ലം ജില്ലയിലെ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നല്ല മീൻ വാങ്ങണമെങ്കിൽ ലേലം വിളിച്ചോ അല്ലെങ്കിൽ അല്ലാണ്ട് ലൂസായിട്ടും ഇവിടെ മേടിക്കാനായിട്ട് കിട്ടും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വാങ്ങാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ കാഴ്ചകളുമായി ഇനിയും നമുക്ക് കാണാം. ഗുഡ് ബൈ.